പ്രേഴ്സ് ലോർഡ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് പുകഴ്ച. സകലമാനത്തിനും മഹത്വത്തിനും യോഗ്യനായ ഏകസത്യനിത്യതയുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമായ വിശുദ്ധ പകൽക്കാലത്തിൻ്റെ പ്രഭാത വന്ദനം. ദൈവത്തിന് മഹത്വം. ഹാലേലുയ്യ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിൻ്റെ ജനം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ദിവസമാണ്. ഹാലേലുയ്യ. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവഭക്തന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കർത്താവ് തിരുവചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന്. ആരൊക്കെ തടഞ്ഞാലും, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ എന്തൊക്കെ ആരാധനയുടെ പുറത്ത് ചെയ്താലും വിശുദ്ധിയിൽ ദൈവകൃപയിൽ കർത്താവിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന ഒരു ദൈവഭക്തൻ്റെ ആഗ്രഹമെന്ന് വെച്ചാൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നുള്ളതാണ്. ഹാലേലുയ. അത് എത്ര കഷ്ടത വന്നോട്ടെ, ഒരു ഭാരം വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, ദൈവജനത്തിന് ഒരു പ്രത്യാശയുള്ളൂ, കർത്താവിൻ്റെ വരവ്. ദൈവത്തിൻ്റെ ഹാലേലുയ ആ തിരുവരവെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ദൈവത്തിൻ്റെ ജനം ഹാലേലുയ ആഗ്രഹത്തോട് പ്രാർത്ഥനയോടായിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ ഹാലേലുയ വചനം യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പോൽക്കാലം ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും സ്തുതിപ്പാൻ എനിക്കും ദൈവം തരുന്ന കൃപയ്ക്കായി നന്ദി. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ഒരു നല്ല പകൽക്കാലം കൂടി തന്നതിനായി തമ്പുരാനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹാലേലുയ്യ. പലപ്പോഴും പല വിഷയങ്ങളിലും ഏർപ്പെടുമ്പോൾ ഹാലേലുയ്യ ചിന്തിക്കും, ദൈവമേ, എല്ലാ ദൈവജനവും ഈ യേശുവിനെ കണ്ടും, തിരുവചനം പറയുന്നു, എല്ലാ മുട്ടും എല്ലാ മുഴങ്കാലും യേശു മാത്രം കർത്താവെന്ന് വിളിച്ചു പറയും. ഹാലേലുയ്യ. അങ്ങനെ ഒരു ദിനമാകുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഹാലേലു ഇങ്ങനെ വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം. ഹാലേലുയ്യ. സ്തോത്രം. ഹാലേലുയ്യ. സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഗുരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനമല്ല? തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തോ ഒരു മറുവില കൊടുക്കും. വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഹാലേലുയ. ആയതുകൊണ്ട് നാണമില്ലാതെ ലജ്ജിക്കാതെ ഈ യേശുവിനെ സാക്ഷിക്കുവാൻ, ഈ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ, ഈ യേശുവിനെ ഉയർത്തുവാൻ ഒരു പകൽക്കാലം കൂടി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അത് നിറഞ്ഞ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഹാലേലുയ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാൽ. ഞാൻ സന്തോഷിച്ചിടും, എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാൽ. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. അതാണ് മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ ഹാലേലുയ്യ 14-ാം വാക്യം മുതൽ വായിച്ചത്. ഹാലേലുയ്യ. ദൈവത്തിൻ്റെ വചനം വിശുദ്ധിയോടും വേർപാടോടും ഒരു ഹാലേലുയ്യ മറ്റൊരു ലാഭേച്ഛ നോക്കാതെ സത്യമായി കർത്താവിനെ പിന്തുടരുന്ന മക്കൾക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ തമ്പുരാനോടുകൂടി ഈ ഭൂമിയിൽ വാഴാം എന്ന് തിരുവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ തമ്പുരാനെ കാത്തിരിക്കുന്ന പ്രത്യാശയോടായിരിക്കുന്ന ദൈവജനമേ, എല്ലാവരും ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നിത്യരാജ്യത്ത് കാണപ്പെടുവാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ഹാലേലുയ്യ. ആ നിത്യത അവകാശമാക്കുവാൻ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇന്നിടയാക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, വിലയേറിയ നല്ല വിശുദ്ധ പോൽക്കാലത്തിനായി സ്തോത്രം. രാജ്യം, ദേശം,
ദേശം, ദൈവസഭ, ദൈവമക്കൾ, കൂട്ടു സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭയാം കുടുംബങ്ങൾ, വിശുദ്ധ പൈതങ്ങൾ, അങ്ങനെ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വിശുദ്ധിയാരാധന ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് മറയ്ക്കണമേ. ആത്മാവിൽ ഗീതങ്ങൾ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ജാഗരിക്കുവാൻ, ആത്മാവിൽ അന്യഭാഷയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ടടിയങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശാരീരികം, മാനസികം, ആത്മീയം, ഭൗതികം അടിയങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ആരാധനയെ ദൈവഭക്തന്മാരെ ശക്തമായി ഉപയോഗിക്കണമേ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. അയൽവാസികൾ, ദേശവാസികൾ എല്ലാവരും ഈ നിത്തുല്യ സ്നേഹം, ഈ മഹാസ്നേഹം, ഈ മാറ്റമില്ലാത്ത സ്നേഹം രുചിക്കാനിടയാകട്ടെ. ദൈവകൃപ കൊണ്ട് പുതിയ മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ.